ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അടിപൊളി വീഡിയോ കേട്ടോ, ഒരു അടിപൊളി കോണ്ടൻ്റാണ്. ഒരുപാട് മാസങ്ങളായിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ നെയിം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ വീടിന് നല്ലൊരു നെയിം പറഞ്ഞു തരുന്നവർക്കൊരു സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ആൾക്കാർ നല്ല നല്ല പേരുകൾ പറഞ്ഞു തന്നു കേട്ടോ. നമ്മളിങ്ങനെ കുറേ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് വേറെ വീഡിയോസിലൊന്നും ഷെയർ ചെയ്യുന്നില്ലായിരുന്നു. കാരണം നമ്മൾ അതിൻ്റെ പുറകെ കുറേ കാലം നടന്നു. ആ ഒരു വീഡിയോ ഇട്ടിട്ടും അതിനു മുമ്പും കുറേ കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു വീടിൻ്റെ പേര്. കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഒരു വീടിൻ്റെ പേര് സജസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മളെ വീടിൻ്റെ പേര് അത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, നല്ലൊരു പേര് തന്നെ ആയിരിക്കും. നല്ല പേരെന്ന് പറയുമ്പോഴേ നമ്മൾക്ക് പറ്റുന്നൊരു പേര് തന്നെ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ പേരാണ് ഈ ഒരു ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അന്നത്തെ ഒരു വീഡിയോന്ന് ഒരാളാണ് നമ്മുടെ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞ സെയിം പേരല്ല കൊടുത്തിട്ടുള്ളത്, പക്ഷേ അവർ ആ പേര് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പേര് കിട്ടാൻ കാരണം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു നെയിം ബോർഡ്, ഈ ഒരു സംഭവം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നെയിം ബോർഡ് ചെയ്ത് തന്നിട്ടുള്ള ആൾക്കൊരു ബിഗ് താങ്ക്സ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ChatGPT വെച്ചിട്ട് ഞാനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു, ഒരു നെയിം ബോർഡ് ക്രിയേറ്റ് ചെയ്തു. അത് ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചു. അതേപോലെ തന്നെ അതിനേക്കാളും ഭംഗിയിലാണ് ഈ ഒരു സംഭവം അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ പേജ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറേ നെയിം ബോർഡ്സ് കണ്ടു. നെയിം ബോർഡ് മാത്രമല്ല കേട്ടോ, അവർ ഒരു അത്യാവശ്യം കാലിഗ്രഫിയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഞാനിവിടെ സൈറ്റിൽ അവരുടെ ലിങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വിട്ടുപോകും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ ഈ കാര്യങ്ങൾക്കായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എനിക്ക് തന്നുകൊണ്ട് പറയില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഈ ഒരു നെയിം കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് കാണിക്കാം. അതായത് ഞാൻ പറഞ്ഞിരുന്നു മക്കളുടെ പേരിടണം, മക്കളുടെ ആരുടെങ്കിലും പേര്, അല്ലെങ്കിൽ ആരുടെങ്കിലും പേര് പറ്റില്ല. അതായത് നമ്മൾ പറഞ്ഞു റീൻ്റെ പേര് ഫാത്തിമ റിസ റീൻ, രണ്ടാമത്തെ ആളുടെ പേര് ആയിഷ ജെബാറോസ്, മൂന്നാമത്തെ ആളുടെ പേര് അമീന റൂഹി സോയൽ. അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചു റൂഹിൻ്റെ പേരിടാന്ന്. അപ്പം തന്നെ റീനും റോസും പറഞ്ഞു അതെന്താ അമ്മ, നമ്മൾ രണ്ടുപേരും നിങ്ങളെ മക്കളല്ലേ എന്ന് വെച്ചു. അപ്പോഴാണ് ആ ഒരു പോയിന്റ് മനസ്സിലായത്. മിക്ക വീടുകളിലും ചെറിയ കുട്ടികളെ പേരായിരിക്കും ഇടുക. അപ്പോൾ മറ്റ് രണ്ട് കുട്ടികളുടെ വീട് എല്ലാത്ത മാതിരി ആയിപ്പോവും അങ്ങനെ ഇടുമ്പോൾ. നമ്മൾ 3 മക്കളും ഒരേപോലെയാണ്. ഇൻഷാ അല്ലാഹ് എന്നും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ നമുക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അതിൽ നമ്മളൊരു വേർതിരിവ് കാണിക്കേണ്ടെന്ന് വിചാരിച്ച്, ഒന്നെങ്കിൽ നമ്മൾ 3 പേരുടെയും പേര് വരണം, 3 മക്കളുടെ പേര് വരണം, അല്ലെങ്കിൽ പിന്നെ ആരുടെയും വേണ്ട, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെതും ഇക്കൻ്റെയും കൂടിയുള്ളൊരു പേരിൻ്റെ സജഷൻ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ അതിന് കുറേ കൺഫ്യൂഷൻ വന്നു. എങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പേരിടാമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, പിന്നെ നമ്മൾ വിചാരിച്ചിരുന്നു ഇക്കാൻ്റെ ഉമ്മാൻ്റെ പേരിടാമെന്ന്. അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ പേര് ഫാത്തിമ എന്നാട്ടോ. അപ്പോൾ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ പേരും ഫാത്തിമ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, 2 ഉമ്മാരുടെ പേരും ഫാത്തിമ എന്നല്ല, അപ്പോൾ അങ്ങനെ ഇടാമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ റീനുൻ്റെ പേര് ഫാത്തിമ എന്നാണ് വരുന്നത്, ഫാത്തിമ റിസ റീൻ. അപ്പോൾ റോസുവിന് അത് ഭയങ്കര പരിഭവം. ഓക്കെ, അപ്പം 2 ഉമ്മമാരുടെ പേരും ഫാത്തിമ, അതുകൊണ്ടാണ് റീനിന് നമ്മൾ ചെറുപ്പത്തിൽ ഫാത്തിമ എന്നിട്ടത്. എൻ്റെ ഉമ്മാൻ്റെ പേരും കനുമ്മാൻ്റെ പേര് ഫാത്തിമ ആയതുകൊണ്ടാണ് റീന് ഞങ്ങൾ ഫാത്തിമ എന്ന് ആദ്യം തന്നെ ഇട്ടത്. പിന്നെ റിസ റീൻ നമ്മൾ കൂട്ടിയിട്ടത് ഫസ്റ്റത്തെ കുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ പിന്നെ അതിലും നടക്കൂല. ഓക്കെ, അങ്ങനെ കിട്ടിയ ഞങ്ങളുടെ ഒരു ഡ്രീം നെയിമാണിത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു പേര് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേറെ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ വീടിൻ്റെ, നമ്മളെ ഡ്രീം ഹോമിൻ്റെ ഡ്രീം നെയിം നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ കൂടെ ഇക്കാനും കൂടി വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇക്കിപ്പോൾ വിളിച്ചപ്പോൾ വന്നില്ല, നീ തന്നെ വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ റിവീൽ ചെയ്യട്ടെ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം, എന്നാലും ഇതാ ബിസ്മില്ലാ. തൻവീർസ് ഐഷ മാൻഷൻ. അപ്പോൾ ഈ ഒരു പേര് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്, ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കാം, അവരാണ്. അതിൽ ഈ ഒരു പേരെല്ലാവരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐഷ മാൻഷൻ അല്ലെങ്കിൽ തൻവീർസ് മാൻഷൻ എന്നായിരുന്നു, സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഓടിയത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഇട്ടാലോ. ആ മാൻഷൻ എന്നുള്ള പേര് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നത്.
ഇതിൻ്റെ ഭംഗിയൊന്ന് നോക്കിയേ. ഇത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ ഇതൊക്കെ ഞാൻ ChatGPT വെറുതെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താണ്. എനിക്കറിയാം, ഞാൻ വിചാരിച്ചത് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നായിരുന്നു. പക്ഷേ അവരതിനേക്കാളും ഭംഗിയിൽ അത് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട്, എനിക്കൊന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നെയിം ബോർഡ്സൊക്കെ വേണ്ടവർക്ക് എന്തായാലും അവരെ കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ ഈ ഒരു പേര് പലർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു ഉമ്മാൻ്റെ പേര് അവിടെ റീനിൻ്റെ പേരായതുകൊണ്ട് അത് നടക്കില്ല. പിന്നെ ഞാനിങ്ങനെ ഇക്കാണോ ഇങ്ങനെ സംസാരിച്ച ഇക്ക പറഞ്ഞു എന്നാൽ ഐഷ മാൻഷൻ കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐഷ മാൻഷൻ നിൽക്കുമ്പോൾ എൻ്റെ പേര് മാത്രമായി. അപ്പോൾ ഞാൻ മീൻസ് നമുക്ക് കേൾക്കുമ്പോൾ എൻ്റെ വീട് എന്നുള്ള മീൻസ് എൻ്റെ പേര് ഐഷ, റോസിൻ്റെ പേര് അവിടെ ഐഷ ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതലും ആൾക്കാർ എന്നല്ല ഐഷ എന്നുള്ള രീതിയിൽ അറിയുന്നത്. അപ്പോൾ എൻ്റെ വീട് എന്നാകുമ്പം അതെനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. പിന്നെയാണ് നമ്മൾ രണ്ടാം കൂടി ഡിസ്കസ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ തൻവീർ മാൻഷൻ ഇടാം, അതായിരിക്കും കുറച്ച് രസം. അപ്പോൾ ഒക്കെ പറഞ്ഞു ആരെങ്കിലും ആണുങ്ങളെ പേരൊക്കെ ഇടോ വീടിൽ നിന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അറബിക് നെയിംസ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അറബിക് നെയിംസ് എന്താണെന്ന് വെച്ചാൽ എല്ലാം കോമൺ ആയിട്ടുള്ള നെയിംസാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടൊരു ഇത് വരില്ല. ആദ്യം നമ്മൾ അറബിക് നെയിംസ് നോക്കിയിരുന്നു കേട്ടോ, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത പേരുകളൊക്കെയാണ്. പിന്നെ ഇക്കാൻ്റെ വീട്ടുപേര് കുറിയോടത്തുനിന്നാണ്. അത് നോക്കിയപ്പോൾ കുറേ വീട്ടുപേരുണ്ട് കുറിയോടത്തുനിന്ന്, അപ്പോൾ അതും പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് എത്തിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു തൻവീർ ഐഷ മാൻഷൻ ഇട്ടാലോ എന്ന്. അപ്പോഴാണ് അതൊരു ക്ലിക്കായ പോലെ തോന്നിയത്. അപ്പോൾ ഇക്ക പറഞ്ഞു അത് കൊള്ളാലോ. അപ്പോൾ എനിക്കും ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നോക്കിയില്ല, കാരണം എനിക്കും ഇക്കാക്കും ഇഷ്ടമായി, മക്കൾക്കും ഇഷ്ടമായി. പിന്നെ അതിലപ്പുറം നമ്മൾ ആരോടും ചോദിക്കേണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ വീടല്ലേ, ഞാനും ഇക്കും കൂടി ഉണ്ടാക്കിയ വീടല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ടൊക്കെ ഇഷ്ടമായി, മക്കൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം മക്കളെ 3 പേരുടെയും പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ റോസ് പിന്നെ വേഗം ചാടിക്കയറി പറഞ്ഞു, കാരണം റോസിൻ്റെ പേര് ഐഷ എന്നുള്ളതുകൊണ്ട്. പക്ഷേ റീനു പറഞ്ഞു കുഴപ്പമില്ല, കാരണം മക്കളുടെ ഒരാളുടെ പേര് അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ പ്രശ്നമാവും. പക്ഷേ റോസുവിനെ വിളിക്കുന്നത് റോസു തന്നെയാണ്. പിന്നെ ജബാന്നാണ്, ഐഷ എന്നുള്ള പേരൊന്നും വല്ലതില്ല. പക്ഷേ ഐഷ എന്നുള്ള പേര് ഇപ്പോൾ ഇൻ്റെതായതുകൊണ്ട് ഇൻ്റെതാണ് കുറച്ചുകൂടെ ഫേമസ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്കാർക്കും അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ വീടിൻ്റെ പേര് തൻവീർസ് ഐഷ മാൻഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. തീർച്ചയായിട്ടും എനിക്കറിയാം നമ്മളൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും അതിലെ പോസിറ്റീവ് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ഇത് എനിക്ക് കൊണ്ടുവന്ന് തരുമ്പം അവരുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകും, ഞാൻ ഇതിന് ശേഷം കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്താ പറയുക, ഇനി വീടിൻ്റെ കുറേ അപ്ഡേറ്റ്സ് വരാനുണ്ട്. വീടിൻ്റെ കിച്ചൺ വർക്ക്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പുറത്തുള്ള മുറ്റത്തിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുന്നുണ്ട്. ഒക്കെ ഞാൻ അപ്ഡേറ്റ്സ് ഓരോ ദിവസമായിട്ട് ഞാൻ അപ്ഡേറ്റ്സ് തരാം കേട്ടോ. ഇൻഷാ അല്ലാ ഹൗസ് വാമിങ് ഉടൻ തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാ. ഞാൻ ഡേറ്റ് ഒന്നും കറക്റ്റ് നിങ്ങളോടൊന്നും പറയാത്ത വെച്ചാൽ നമുക്കും ഡേറ്റ് അറിയില്ല. കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ ഹൗസ് വാമിങ് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിനൊക്കെ സാധിക്കട്ടെ ഇൻഷാ അല്ലാ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ. തൻവീർസ് ഐഷ മാൻഷൻ എസ്റ്റാബ്ലിഷ് 2026 ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇവരുടെ നിന്ന് വാങ്ങിക്കാനുള്ളൊരു ആകാംക്ഷയിലാണ് ഈ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. ശരിക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ ആവോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. പക്ഷെ അവരുടെ പേജിൽ നോക്കുമ്പോൾ നമുക്ക് ആ ടെൻഷനൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയും ഭയങ്കര പെർഫെക്റ്റായിട്ടാണ് എല്ലാതും ചെയ്യുന്നത്. പിന്നെ ആളുടെ പേര് ഷഹല എന്നാണ്. ഞാൻ പേജിൻ്റെ ലിങ്കൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. അപ്പം അവരും അവരുടെ ഫ്രണ്ടും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറെയും കാര്യങ്ങളും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഇതിലിപ്പോൾ നമുക്ക് നെയിം ബോർഡ് മാത്രമാണ് കാണിക്കേണ്ടത്, കാരണം നെയിം ബോർഡാണല്ലോ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെയിം എന്തായിരിക്കും എന്നുള്ളത്. ശരിക്കും ഞാനത് കണ്ടപ്പം ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും കൂടി വേണമായിരുന്നു, കാരണം എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സാണ് തോന്നിയത്. കാരണം ഞാൻ ആ നമ്മൾ മനസ്സിൽ വിചാരിച്ചതിനെ കാണുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ, അത്. അങ്ങനെ പിന്നെ നെയിം നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ആദ്യം ഈ ഒരു വീഡിയോ കൊടുത്തിട്ട് പിന്നെ അടുത്ത വീഡിയോ ഇടാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ എല്ലാവരെയും സർപ്രൈസ് ആക്കുന്നതെന്ന് വിചാരിച്ചു, കാര്യം പറഞ്ഞിട്ടുള്ള വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു ഇവരുമായിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു.
പിന്നെ നമ്മൾ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലോട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും പേര് കാണിക്കാണ്. പേര് നമ്മളപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മീൻസ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡ്മാരാണ് കൂടെ ഉള്ളത്. ഞാനും വേറൊരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമായിരുന്നു, വീട് പണീൻ്റെ അവിടേക്കൊക്കെ പോയിട്ട് വരുമായിരുന്നു. ആ സമയത്താണ് ഇവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്, തിരൂരുണ്ടെന്ന്. അപ്പം പിന്നെ അവിടുന്ന് പുറത്തുനിന്നാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ ഇവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം കേട്ടോ.